കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്റ്റുഡന്റ് ലോഗിനിൽ വന്നു കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ എൻറോൾഡ് കോഴ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ കോഴ്സസ് എൻറോൾ ചെയ്തിട്ടുണ്ട് ആ കോഴ്സസ് എല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എൻറോൾ ചെയ്ത കോഴ്സസ്, ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള കോഴ്സസ്, കംപ്ലീറ്റ് ചെയ്ത കോഴ്സസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ക്യാൻവ കോഴ്സ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 100% കംപ്ലീറ്റ്. അതേപോലെ തന്നെ അതിന്റെ ഫൈനൽ അസൈൻമെന്റും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇനി നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ കണ്ടിന്യൂ ലേണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രെഡൻഷ്യൽ ID കാണാം. ഈ ഒരു ID നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതായത് ഈ ഒരു ഐഡിയിൽ ഈ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഇഷ്യൂ ചെയ്ത മെന്റർ അല്ലെങ്കിൽ ഫൗണ്ടറിന്റെ നെയിം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ JPEG ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ JPG കൊടുക്കാം. ഇനി PDF ആയിട്ട് വേണമെങ്കിൽ PDF ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ JPG ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാം. അതുകൂടാതെ ഇവിടെ ഒരു കോപ്പി ക്രെഡൻഷ്യൽ URL എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ URL നമ്മളിപ്പോൾ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു URL ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ വിവരം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലിങ്ക്ഡിനിലേക്കോ ട്വിറ്ററിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ലിങ്ക്ഡിനിൽ എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ പേഴ്സണൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിലാണ്. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് എ പ്രൊഫൈൽ സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കമെൻഡ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക്, ഇവിടെ റെക്കമെൻഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് ആഡ് ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ നെയിം കൃത്യമായിട്ട് കൊടുക്കുക. ആ സർട്ടിഫിക്കറ്റ് നെയിം കൊടുക്കുക. ഇവിടെ ഇഷ്യൂ ഇൻ ഓർഗനൈസേഷൻ, തീർച്ചയായും ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ഡൂവിന്റെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. സോ ഡിജിറ്റൽ ഡൂ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇഷ്യൂ ചെയ്ത ഡേറ്റ്, നിങ്ങൾക്ക് ഇവിടെ ഇഷ്യൂ ചെയ്ത ഡേറ്റ് താഴെ കാണാൻ വേണ്ടി പറ്റും. ജൂലൈ 28, 2025. സോ നമുക്കിവിടെ മന്ത് ജൂലൈ കൊടുക്കാം. ഇയർ 2025 കൊടുക്കാം. എക്സ്പയർ ഡേറ്റ് ഇല്ല. എക്സ്പയർ ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുത്താൽ മതി. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ലൈഫ് ടൈം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ എക്സ്പയർ ഡേറ്റ് ഇല്ല. ഇവിടെ ക്രെഡൻഷ്യൽ ID ചോദിക്കുന്നുണ്ട്. ക്രെഡൻഷ്യൽ ID എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന ID ആണ്. ദെൻ നമുക്ക് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ക്രെഡൻഷ്യൽ ID കൊടുത്തതിന് ശേഷം ഇവിടെ ക്രെഡൻഷ്യൽ URL ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം കോപ്പി ക്രെഡൻഷ്യൽ URL എന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ആവുന്നതായിട്ട് കാണാം. ലിങ്ക്ഡിനിലേക്ക് വന്നിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് താഴെ ഇവിടെ സർട്ടിഫിക്കറ്റിന്റെ ഇമേജ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആഡ് എ മീഡിയ കൊടുത്തിട്ട് ഇവിടെ ആഡ് എ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നേരത്തെ ഞാൻ JPG ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്റെ ടൈറ്റിൽ കൃത്യമായിട്ട് കൊടുക്കാം. നെക്സ്റ്റ് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിലോ കാര്യങ്ങളോ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സർട്ടിഫിക്കറ്റ് ആഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ കണക്ഷനിലുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യണോ, നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ വാങ്ങി അല്ലെങ്കിൽ നേടി എന്നുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പോസ്റ്റ് പോലെ നിങ്ങൾക്ക് ഇടാം. ഇവിടെ ക്യാപ്ഷൻസ് എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ ക്യാപ്ഷൻ കൂട്ടിച്ചേർക്കാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരു എഡിറ്റ് ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ഇമേജിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പോസ്റ്റ് പോലെ പോകുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ആയിരിക്കും ആ പോസ്റ്റ് പോകുന്നത്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് പോലെ നിങ്ങൾക്ക് ഇടാനും പറ്റും. നിങ്ങൾക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്കിവിടെ കാണാം ക്യാൻവ കോഴ്സ് ഫോർ ബിഗിനേഴ്സ്, ഡിജിറ്റൽ ഡൂ, ഇഷ്യൂഡ്, ക്രെഡൻഷ്യൽ ID കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഒരു ക്രെഡൻഷ്യൽ URL കോപ്പി ചെയ്തില്ലേ, ആ URL കൊടുക്കുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹയർ ചെയ്യാൻ അല്ലെങ്കിൽ HR ടീമോ അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സ് ഒക്കെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വാലിഡിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ഒരു ക്രെഡൻഷ്യൽ ഉണ്ടെങ്കിൽ. ആ ക്രെഡൻഷ്യലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നേടിയത് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ റീഡയറക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. സോ ആ സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ ആണ് എന്നുള്ളൊരു തീർച്ചപ്പെടുത്താനും കൂടിയാണ് ക്രെഡൻഷ്യൽ URL കൊടുക്കുന്നത്. ഓക്കെ, സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്